ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു പപ്പയ്ക്ക ഉടച്ച് വയ്ക്കുന്നതാണ്. പപ്പയ്ക്കയും പയറും കൂടെ ഇട്ട് ഉടച്ച് വയ്ക്കുന്നതും അടിപൊളി കരുവാട് കറി, മത്തിച്ചാള കരുവാട് കറിയാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്കത്തെ ഭക്ഷണം. അപ്പോൾ പപ്പയ്ക്ക അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് രണ്ട് ചെറിയ പപ്പയ്ക്ക എടുത്ത് അതിന് നല്ലതുപോലെ നമുക്ക് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പപ്പയ്ക്കയാണ് ഉടച്ച് വയ്ക്കുന്നത്, അവന് ഇഷ്ടമാണ് ഇതൊക്കെ. അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ 2 സെക്കൻഡ് എനിക്ക് എടുത്ത് തന്നിട്ട് പോയതാണ്. പയർ ഞാൻ കുക്കറിലോട്ട് വെച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ടില്ല ഗെയ്സ്. അപ്പോൾ അതാ ചെറിയ അമ്മിക്കുഴവിയായിട്ട് ഞാൻ കിടന്ന് മൽപ്പിടുത്തം നടത്തുകയാണ്. അപ്പോൾ അതിൽ മൽപ്പിടുത്തം നടത്തിക്കൊണ്ട് ഇന്നിപ്പോൾ കറണ്ട് വന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ പിന്നെ അതിൽ നിന്ന് വാരിയെടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ച് ഞാൻ ഇതിലോട്ട് വീത്തിയിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങയും പയറും ഇട്ടും ഉടച്ച് വയ്ക്കാം. അപ്പോൾ പയറും മത്തങ്ങയും കൂടെ മത്തങ്ങയല്ല പപ്പയ്ക്കയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കടുക് വറുത്ത് വീത്താം. അപ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണം തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ കരുവാടും എല്ലാമൊക്കെ കഴുകി വൃത്തിയാക്കി അതും ഞാൻ അരച്ച് പച്ചമുളക് ഞാൻ അരപ്പിൻ്റെ കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പച്ചമുളക് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. നല്ല മഴയുടെ ഇരപ്പാണ് കേൾക്കുന്നത്. അസ്സലാമു അലൈക്കും.